കുട്ടികളിലെ ദന്ത സംരക്ഷണം എന്ന് മുതലാണ് നമുക്ക് ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് എടുക്കേണ്ടത്? ഒരു കുഞ്ഞിന് എന്നാണ് ആദ്യമായിട്ടൊരു ഡെന്റിസ്റ്റിനെ കാണേണ്ടത്? ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് ആദ്യത്തെ 1 വയസ്സ് തികയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്നെയാണ് അവരുടെ ഫസ്റ്റ് ഡെന്റിസ്റ്റിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ മലയാളികളുടെ ഇടയിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കൂടുതലും ഒരു 3.5-4 വയസ്സായ കുട്ടികളാണ് ക്ലിനിക്കിൽ വന്ന് കാണാറുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൺസേൺ എന്ന് പറയുന്നത് പാൽപ്പല്ലല്ലേ, അത് കൊഴിഞ്ഞു പോയില്ലേ, പിന്നെ എന്തിനാ ഡോക്ടറെ അത് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അത് ഏറ്റവും തെറ്റായ ഒരു ചിന്താഗതിയാണ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. പാൽപ്പല്ല് സംരക്ഷിക്കപ്പെടേണ്ടവ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് 6 മാസം മുതൽ 1.5 വയസ്സ് വരെ ആകുമ്പോഴാണ് പാൽപ്പല്ല് എല്ലാം കിളിച്ചിറങ്ങുന്നത്. ആദ്യത്തെ പാൽപ്പല്ല് 6 മാസം മുതൽ 9 മാസം വരെ വരും. അത് ഓരോ കുഞ്ഞുങ്ങളിൽ ഡിഫറെൻ്റ് ആയിരിക്കും. 9 മാസത്തിൽ പല്ല് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ ആവണ്ട. 6 മാസത്തിൽ വന്നില്ല എന്ന് വിചാരിച്ചും ടെൻഷൻ ആവണ്ട. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ടൈമിംഗ് ആണ്. അപ്പോൾ അതനുസരിച്ച് യൂഷ്വലി 6 മാസത്തിനും 9 മാസത്തിനും ഇടയിലാണ് ആദ്യത്തെ പാൽപ്പല്ല് വരുന്നത്. അതിനുശേഷം എല്ലാ പല്ലും ടോട്ടലായിട്ട് നമുക്ക് 20 പാൽപ്പല്ലുകളാണുള്ളത്. ഇതെല്ലാം ഒരു 1.5-2 വയസ്സിനുള്ളിൽ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കിളിച്ചേറും. അപ്പോൾ 2 വയസ്സാകുമ്പോൾ തന്നെ അവർ ഭക്ഷണം സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. 8 മാസം മുതൽ തന്നെ നമ്മൾ ലിക്വിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. സോളിഡ് ഫുഡ് ഒരു 1.5 വയസ്സ് തൊട്ട് കുഞ്ഞുങ്ങൾ കഴിച്ചു തുടങ്ങും. അപ്പോൾ മുതൽ തന്നെ ദന്ത സംരക്ഷണം ചെയ്യണം. അതായത് ബ്രഷിങ് ചെയ്യണം, വായ നന്നായി കുലുക്കൊഴിഞ്ഞ് തുപ്പാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. ഇതെല്ലാം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്, രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വമാണ് അതവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത്. പിന്നെ അവർ ചൂ ചെയ്യാനും ചൂ ചെയ്തതിന് ശേഷം അത് വിഴുങ്ങാനും പഠിക്കുന്നത് ഈ 1.5 വയസ്സ് മുതലാണ്. അതുവരെ അവർ കൂടുതലും ലിക്വിഡ് ഫുഡാണ് വിഴുങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചവച്ച് വിഴുങ്ങാനുള്ള ഒരു ടെൻഡൻസി വളരെ കുറവാണ്. അപ്പം സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ വിഴുങ്ങുന്ന പോലെ, അതായത് അഡൾട്ട് സ്വാലോയിങ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ ടൈപ്പ് നാക്ക് പാലറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നാക്കിൻ്റെ പൊസിഷൻ കറക്റ്റ് ആവുക ഒക്കെ ചെയ്യുന്നത് ഈ ചവയ്ക്കുന്നവരോട്. അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് പല്ലുണ്ടെങ്കിൽ മാത്രമേ അവർക്കത് ചവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പല്ലിലൊരു പോട് വന്ന് അത് വേദനയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പ്രോപ്പറായിട്ട് ചവയ്ക്കത്തില്ല, അവരത് കൂടുതലും വിഴുങ്ങുമായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? അവർക്ക് പ്രോപ്പറായിട്ടുള്ള ദഹനം നടക്കത്തില്ല, അവർക്ക് പോഷകക്കുറവുണ്ടാവും. ഇതെല്ലാം അതുമായി അനുബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ അമ്മ അത് റൂൾ ഔട്ട് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റണം. കുഞ്ഞ് പ്രോപ്പറായിട്ട് എന്താ ചവയ്ക്കാത്തത്, പല്ലിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ കുഞ്ഞ് ചവയ്ക്കാത്തത് എന്നുള്ളത് ഫസ്റ്റ് കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി അതിന് വേണ്ട ചികിത്സ തേടണം. ഇപ്പം നമ്മൾ പല്ലിൽ കേടുണ്ടെങ്കിൽ എങ്ങനെ അറിയുക എന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്, ഡോക്ടർ കേടാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. പല്ലിൻ്റെ ഉപരിതലത്തിൽ കറുത്ത കുത്തായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ സമീപിച്ച് അത് നമുക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. എല്ലാ കറുത്ത കുത്തും കേടല്ല, സ്റ്റെയിൻ ആണെങ്കിലും കറുത്ത കുത്തായിട്ട് കാണാം. അപ്പോൾ അത് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ നമുക്കത് കൺഫേം ചെയ്യാം. കേടാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനാവശ്യമായ ചികിത്സാ രീതി എടുക്കുക. അതായത് ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കേടാണെന്നുണ്ടെങ്കിൽ അടച്ചു കൊടുക്കുക, ഇല്ല അത് വളരെ ഡീപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് കൊടുക്കുക. ഇപ്പം നമ്മളൊരു ക്ലിനിക്കിൽ ഒരു കുഞ്ഞ് വന്ന് പല്ലടയ്ക്കണം എന്ന് പറയുമ്പോഴേ പേരൻസ് പറയും, വേണ്ട ഡോക്ടറെ അത് കൊഴിഞ്ഞു പോകാനുള്ള പല്ലല്ലേ, പിന്നെ എന്തിനാ അത് അടയ്ക്കുന്നത്, മണി വേസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയല്ല. കുഞ്ഞിന് ശരിക്കും നമ്മളത് കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു ഉപദ്രവമാണെന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ പേരൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു കുഞ്ഞിൻ്റെ പല്ലിൽ ഒരു പുഴുപ്പല്ലായിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ കണ്ടെത്തി അവർക്ക് ആ വേദന അനുഭവിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ കൊടുക്കരുത്. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ അവർക്ക് ആ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വന്നാൽ പ്രൊസീജിയർ എടുക്കാൻ തന്നെ അവർക്ക് മടിയായിരിക്കും, അവർ പോവില്ല. ഒന്നാമത്തെ കാര്യം അവർ പോകത്തില്ല, വേദന എടുപ്പിക്കും, ഇഞ്ചക്ഷൻ കുത്തും എന്നൊക്കെ. അങ്ങനെയല്ല. ആ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു 6 മന്ത്സ് കാലയളവിൽ എല്ലാ 6 മന്ത്സും ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കേടൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാം. കേടുണ്ടെങ്കിൽ തന്നെയും അതിനുള്ള ഫില്ലിങ് അല്ലെങ്കിൽ മറ്റെന്താണ് ഓപ്ഷൻ അത് ചെയ്ത് മാക്സിമം പല്ലിനെ സംരക്ഷിക്കണം. ഇല്ല പല്ലെടുത്ത് കളഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഓരോ പല്ലും കൊഴിഞ്ഞു പോകാൻ ഓരോ ടൈമുണ്ട്. അപ്പം ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന ഉളിപ്പല്ലുകൾ, ആ പല്ലുകളാണ് ആദ്യം കൊഴിഞ്ഞു പോകുന്നത്. അത് ഏറ്റവും ബേസിക്കായിട്ട് 5.5 വയസ്സ് തൊട്ടാണ് ആദ്യത്തെ പല്ല് കൊഴിയാൻ തുടങ്ങുന്നത്. 5.5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയും കൊഴിയാം. അപ്പോൾ അതിനും ആ ഒരു റേഞ്ചിലായിരിക്കും ആദ്യത്തെ പല്ല് പൊഴിയുന്നത്. അപ്പോൾ ഈ 5.5 വയസ്സ് വരെ ആ ഉളിപ്പല്ല് അവിടെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അതിൽ കേടായി എന്ന് പറഞ്ഞൊരു 3 വയസ്സിലേ വന്ന് അത് പറിച്ച് കളയാൻ പാടില്ല. അങ്ങനെ പറിച്ച് കളഞ്ഞാൽ എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ, അതിൻ്റെ അടിയിലായിട്ട്, അതായത് ഈ പാൽപ്പല്ലിൻ്റെ അടിയിലാണ് മോണയ്ക്കകത്ത് നമ്മുടെ പുതിയ പല്ലിൻ്റെ മൊട്ടിരിക്കുന്നത്, അതായത് ടൂത്ത് ബഡ് എന്ന് പറയും, പെർമനൻറ്റ് ടൂത്ത് ബഡ് അഥവാ പല്ലിൻ്റെ മൊട്ടിരിക്കുന്നത്. ഇത് നമ്മൾ മുൻകൂട്ടി എടുത്ത് കളയുവാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഡെവലപ്പ് ആവുകയില്ല.
ഡെവലപ്പ് ആവില്ല എന്ന് വെച്ചാൽ വലിയ പുതിയ പെർമനൻറ്റ് ടൂത്ത് ആവത്തില്ല, കറക്റ്റ് പൊസിഷനിൽ കിളിച്ചിറങ്ങത്തുമില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുഞ്ഞിൻ്റെ താടിയെല്ലിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. പാൽപ്പല്ല് നിലനിന്നാൽ മാത്രമേ അതിന് സമാന്തരമായിട്ട് ഇനി പുതിയ പല്ലുകൾ വരണം. അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് അനുസരിച്ച് നമ്മുടെ അഥവാ താടിയെല്ല് വളരണമെങ്കിൽ നമുക്ക് പാൽപ്പല്ല് വളരെ അത്യാവശ്യമാണ്. മുൻകൂറായിട്ട് നമ്മൾ പാൽപ്പല്ല് എടുത്തു കളഞ്ഞാൽ താടിയെല്ല് വളരില്ല. നമുക്കിടയിൽ തന്നെ കാണാം, ചില കുട്ടികൾക്ക് താഴ്ത്താടി വളരെ ചെറുതായിരിക്കും, ചില കുട്ടികൾക്ക് മേൽത്താടി വളരെ ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ അവർ അടുത്ത ഒരു 10-12 വയസ്സാകുമ്പോഴത്തേക്ക് അവർ പല്ലെ കമ്പിടാനായിട്ട് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇതൊക്കെ അറിയുന്നത്. നിങ്ങൾ നേരത്തെ ചിലപ്പോൾ പല്ലെടുത്ത് കളഞ്ഞത് കൊണ്ടാവാം ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ വരാതിരിക്കാൻ, എപ്പോഴും ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിന് നല്ലത് വരാതിരിക്കുക എന്ന് നോക്കുന്നതല്ലേ. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, എല്ലാ പല്ലും സംരക്ഷിക്കുക എന്നുള്ളതാണ് പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു കർത്തവ്യം. രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കുഞ്ഞുങ്ങളുടെ പല്ലെടുത്ത് കഴിയുമ്പം നമ്മൾ വളരെ അവരുടെ ആത്മവിശ്വാസം, ഇപ്പോഴത്തെ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെപ്പറ്റി വളരെ ബോധേഡാണ്. അല്ലാത്ത ഒരു പറ്റം ആൾക്കാരും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഒരു പാൽപ്പല്ല് വന്ന് കറുത്തൊരു പുഴുപ്പല്ലായിട്ടൊരു കുഞ്ഞ് ക്ലാസ്സിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവനെ എല്ലാവരും പുഴുപ്പല്ല എന്ന് വിളിച്ച് കളിയാക്കും. അത് ആ കുഞ്ഞിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കും. നാളെ ഒരു കാലത്ത് അയാൾ വലിയ ആളാവുമ്പോഴും ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അയാളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായാലും അവർക്ക് കോൺഫിഡൻറ്റോടെ സംസാരിക്കാനും എല്ലാം ഇത് ബാധിക്കും. ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന വലിയ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത്. അവർക്ക് ചിലപ്പോൾ ആൾക്കാരോട് വാ തുറന്ന് സംസാരിക്കാൻ നാണക്കേടാണ്, കാരണം അവരുടെ പല്ല് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കളിയാക്കൽ ഇന്നവർ വളർന്ന് വലുതായി 35 വയസ്സായാലും അവർക്കത് സംസാരിക്കാനും ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മുടെ മക്കളുടെ ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്ത് കാര്യം കണ്ടാലും ആ പല്ലില്ലാതെ നടക്കുക എന്ന് പറയുന്നതും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ മാക്സിമം അത് സേവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക. അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനാണേലും അവരുടെ സോഷ്യൽ വെൽബീയിങ്ങിനാണേലും എല്ലാത്തിനും അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു നല്ല പേരൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.